നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് അയോധ്യാകാന്ഡം, ലക്ഷ്മണോപദേശം, രാമസീതാ തത്വം, വനയാത്ര എന്നീ പംക്തികളാണ് ഇന്ന് ചൊല്ലാൻ പോകുന്നത്. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ. സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു, സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും, വിഷാദമുണ്ടാകലോ കാനനവാസം സുഖമായി വരും തവ മാനസേ. ഖേദം കുറിച്ചു വാണിടുകിൽ തൽക്ഷണേ രാഘവം നത്വാ സദ്ഗതം. ലക്ഷ്മണം താനും പറഞ്ഞാനുകൂലം, ത്വൽപാദ സേവാർത്ഥമായി നടിയനും അപ്പോൾ വഴിയേ വിടകൊൾവനെന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം, എങ്കിൽ നീ പോന്നു കൊണ്ടാലും എന്നാദരാൽ. പങ്കജലോചനൻ താനുമരുൾ ചെയ്തു, വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ. മോദേന സീതാഗൃഹം പൊക്കരുളിനാൻ, തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ. താതനറികേടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. മുന്നിൽ നടപ്പേൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണമെഴുന്നെള്ളുവാൻ ഭവാൻ. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ലക്ഷ്മണവീരൻ സുമിത്രായമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. പിന്നെ ഉപദേശവാക്കു മുര ചെയ്താൾ, അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. കേകയപുത്രിക്കു 2 വരം നൃപനേകിനാൻ പാലത കാരണം. രാഘവൻ പോകുന്നിതു വനത്തിനു, ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധാരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ, രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതിവാക്കുകൾ കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമനെ ചിന്തിച്ച് ദുഃഖിയായ കാരുമേ, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പര. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജന പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം ധ്യാനിപ്പവർക്കെല്ലാം ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. നമസ്കാരം. Continuing Adhyatma Ramayanam. Today in Ayodhya Kandam, we are going to see Lakshmanopadesham, Ramasita Tattvam and Vanayatra. So Rama gives advice to Lakshmana, saying that I am going to the forest, you take care of our mothers. And accordingly, Lakshmana says, I will also come with you. I will be always there with you, protecting you. And he also goes to Kausalya and takes her blessings, Rama. And Lakshmana goes to Sumitra and takes her blessings. Sumitra advises Lakshmana to always be at the side of Rama and do service to Rama. And
Rama also consoles Kausalya, saying that I will come back after 14 years. You be here without sorrow. He goes to Sita's place to take leave of Sita. He says, my father has advised me to go to Dandakaranya and take care of the place. So I am going to the forest for 14 years. You be here and do service to Kausalya Mata. Sita says, I cannot stay in Ayodhya in your absence. I will be with you like a shadow. I will be your shadow. I will be walking ahead of you and you can follow me. I will be going to wherever you are going. So Rama gives permission to Sita, and after that, all the Ayodhya Vasis, all the Prajas, they are feeling so agonized that Rama is leaving the place Ayodhya to go to the forest. They say that, what is the use of staying here without Rama? We will also go to the forest along with Rama. At that time, sage Vasishta gives them the advice, saying that Rama is none other than Lord Narayana of Vaikuntha. Lakshmana is none other than Adisheshan, and Sita is none other than Mahalakshmi. So please don't get sorrow. Rama is going to the forest to obey his father's orders. So let us give him farewell to the forest, and accordingly Rama removes all his royal clothes, royal dress, kirita and ornaments. He removes all of them and he gets adorned in Valkalam, and after that Lakshmana also follows suit and they get ready to go to the forest.